നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മെക് FM റേഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തുമ്പോൾ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാൻ ഉണ്ടാവുമല്ലോ. അതെ, നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ കഴിവുകൾ അവതരിപ്പിക്കാനുള്ള ഇടമാണല്ലോ മെക് FM. അങ്ങനെയെങ്കിൽ നമുക്കിന്ന് ആദ്യം ഒരു കൊച്ചു കഥ കേട്ടാലോ? അവതരിപ്പിക്കുന്നത് NEMS KG വിഭാഗത്തിലെ ദുആ ഐറിൻ. കൂട്ടുകാരെ കൂപ്പുകൈ, ഞാൻ ദുആ ഐറിൻ. ഒരു കുഞ്ഞു കഥ പറയാം. ആട്ടിൻകുട്ടിയും ചെന്നായും. ഒരിക്കലൊരു കാട്ടിൽ ഒരുപറ്റം ആളുകൾ മേഞ്ഞു നടക്കുകയായിരുന്നു. അതിൽ നിന്നൊരാട്ടിൻകുട്ടി അകലെ പോകുന്നത് അവന്റെ അമ്മ കണ്ടു. അവനോടമ്മ പറഞ്ഞു, മോനെ, നീ എപ്പോഴും മുതിർന്നവരുടെ നടുക്ക് വേണം നടക്കാൻ, അല്ലെങ്കിൽ നീ വല്ല ആപത്തിലോ ചെന്നു ചാടും. ഞാനിപ്പോൾ ഒരു മുതിർന്ന ആടാണ്, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അവനെ അമ്മ പറഞ്ഞത് ഇഷ്ടമായില്ല. അവൻ അകലെ മേഞ്ഞു നടന്നു. അവൻ കൂട്ടുകാരെ എടുത്തുനിന്ന് അകലെയായി പോയത് അവൻ അറിഞ്ഞില്ല. നേരം സന്ധ്യയായപ്പോൾ അവന് ഭയം തോന്നി. അവനിങ്ങനെ പേടിച്ചു നിൽക്കുമ്പോഴാണ് അതുവഴി ഒരു ചെന്നായ വന്നത്. ചെന്നായ അവനെ തിന്നാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വന്നു. ചെന്നായ എടുത്തെത്തിയത് കണ്ട ആട്ടിൻകുട്ടിക്ക് പെട്ടെന്നൊരു ബുദ്ധി ഉദിച്ചു. അപ്പോൾ അവൻ ചെന്നായനോട് പറഞ്ഞു, അങ്ങ് വലിയ പാട്ടുകാരനാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടണം. ചെന്നായ പാടുന്നത് കേട്ട് കുഞ്ഞാടിനെ തിരഞ്ഞു നടക്കണ അമ്മയും കൂട്ടുകാരും അങ്ങോട്ട് കുതിച്ച് വന്നു. തന്റെ നേരെ പാഞ്ഞു വരുന്ന വലിയ ആടുകളുടെ കൊമ്പ് കണ്ട് ചെന്നായ പേടിച്ച് ജീവൻ കൊണ്ടോടി. അമ്മ എടുത്തെത്തിയത് കണ്ട് ആട്ടിൻകുട്ടിക്ക് സന്തോഷമായി. അമ്മ പറഞ്ഞത് കേൾക്കാതെ പോയതിന് ആട്ടിൻകുട്ടി അമ്മയോട് ക്ഷമ ചോദിച്ചു. ഈ കഥയിലെ ഗുണപാഠം: അമ്മ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിങ്ങൾ വല്ല ആപത്തിലോ ചെന്നു ചാടും. നന്ദി, നമസ്കാരം. കുട്ടികളെ, ഷഫീഖ് മാഷാണ്. പ്രിയപ്പെട്ടവരെ, മലബാർ എഡ്യൂസിറ്റി, നരിക്കുനിയിലെ മലബാർ എഡ്യൂസിറ്റി എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു മെക് FM റേഡിയോ പ്രോഗ്രാം ആരംഭിക്കുന്നുണ്ട് എന്നറിഞ്ഞു. കുട്ടികളുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ നല്ലൊരു പ്രവർത്തനമാണ് ഈ FM റേഡിയോ പ്രവർത്തനങ്ങൾ. വളരെയേറെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. അപ്പോൾ ആ ഒരു FM റേഡിയോ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കവിത കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ആസ്വാദനതലം തുറക്കപ്പെടുന്നു. ഇപ്പോൾ ഒരു കവിതാലാപനവുമായി മാസിലെ വിദ്യാർത്ഥി അംജദ് അലി. കാലത്തിൻ സാക്ഷി പോൽ നീണ്ടു നിവർന്നൊരു തൂണിൽ പതുക്കെ കൈ ചുറ്റുന്നു. മഴമണം മാറാതെ ഇറ്റുന്നു. തുള്ളികൾ വിരൽ തൊട്ട് കുളിരോടെ മുത്തുന്നു. താളുമറിയുമ്പോൾ ഉയരുന്ന പുസ്തകത്താളിൽ സുഗന്ധം ഞാൻ അറിയുന്നു. ഏതോ മറവിൽ നിന്നുയരുന്ന കൊലുസിന്റെ നാദമപ്പോൾ എന്നിൽ നിറയുന്നു. ഒരു കാറ്റിൽ അലിയുന്ന വെൺമണൽ ചിത്രമായി സുഖമെഴും കാഴ്ചകൾ മറയുന്നു. കനവിന്റെ കമ്പളം മാറ്റി പതുക്കെ ഞാൻ പകൽ ബാക്കിയെ പൂണ്ടു നിൽക്കുന്നു. ഇനി NEMS ഫസ്റ്റ് ജിയിലെ രണ്ട് കൊച്ചു കൂട്ടുകാരുടെ സംഭാഷണം കേട്ടാലോ? പങ്കെടുക്കുന്നത് അല മെഹക് ആൻഡ് ഹാമിസ് അബ്ദുൽ ഖയ്യൂം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അല മെഹക്, ഗ്രേഡ് 1G. ഞാൻ ഹാമിസ്. ഇന്നത്തെ വിഷയം എന്താണെന്നറിയുമോ? കേക്ക് കഴിക്കൽ. അല്ലാതെന്താ? അല്ല, അത് നിന്റെ വിഷയം. ഇന്നത്തെ വിഷയം വായനാശീലമാണ്. വായനാശീലമോ? പുസ്തകം തുറന്നാൽ എനിക്ക് ഉറക്കമാ വരുന്നത്. എനിക്ക് തോന്നുന്നു പുസ്തകം തുറന്നാൽ അതിലെ അക്ഷരങ്ങൾ നിന്നോട് പറയുന്നുണ്ടാവും, അല ഉറങ്ങൂ, അല ഉറങ്ങൂ എന്ന് പറയുന്നുണ്ടാവും. അത് നിനക്കെന്താണ് കിട്ടുന്നത് വായിച്ചാൽ? എനിക്ക് എന്തൊക്കെയോ കിട്ടും. പുസ്തകം തുറക്കുമ്പോൾ ഒരു പുത്തൻ ലോകം തുറക്കുന്ന പോലെ കഥാപുസ്തകത്തിലെ രാജകുമാരൻ, രാജകുമാരി, മായാജാലക്കാരൻ, വേട്ടക്കാരൻ എല്ലാവരും വരും. അപ്പോൾ കാർട്ടൂണിലും ഉണ്ടല്ലോ ഇവരെല്ലാം. കാർട്ടൂണിലും കഥയുണ്ടാവും, പക്ഷേ
പുസ്തകത്തിൽ കഥയും കഥാപാത്രവും നമുക്ക് തന്നെ മനസ്സിൽ വരച്ചെടുക്കാം. അതാണ് രസകരം. ശരി, അതിലാണോ ടീച്ചർ പറഞ്ഞത് ദിവസം 10 മിനിറ്റെങ്കിലും വായിക്കണമെന്ന്? അതെ, നമ്മൾ പുസ്തകം വായിച്ചാൽ ക്ലാസ്സിലെ സ്മാർട്ട് സ്റ്റുഡന്റ് ആവും, പരീക്ഷയിലും സ്റ്റാർ ആവും. ഇനി ഞാൻ ഉറങ്ങാൻ പുസ്തകം തുറക്കില്ല, വായിക്കാൻ തുറക്കും. കുട്ടികളെ, നിങ്ങളും ദിവസവും കുറച്ചെങ്കിലും വായിക്കാൻ മറക്കരുതേ. വായിക്കൂ, വളരൂ, സന്തോഷിക്കൂ. താങ്ക് യു. ഇനി ശ്രുതിമധുരമായ ഒരു ലളിത സംഗീതം ആസ്വദിച്ചാലോ? കേൾക്കാം NAMS വിദ്യാർത്ഥി വൈഭവ് ഋജുവിന്റെ ശബ്ദത്തിൽ. സരിഗമ പാടിയ ശ്രീ ത്യാഗരാജന്റെ സംഗീത സന്നിധി തേടാ. സരിഗമ പാടിയ ശ്രീ ത്യാഗരാജന്റെ സംഗീത സന്നിധി തേടാ. സ്വരസാധകങ്ങളിൽ ശ്രുതി ശുദ്ധമാക്കുവാൻ മനസ്സേ നീ ജപമോടെയുണര്. മായാ മാളവഗൗള പാട്. സരിഗമ പാടിയ ശ്രീ ത്യാഗരാജന്റെ സംഗീത സന്നിധി തേടാം. സ്വരസാധകങ്ങളിൽ ശ്രുതി ശുദ്ധമാക്കുവാൻ മനസ്സേ നീ ജപമോടെയുണര്. മായാ മാളവഗൗള പാട്. ഷട്കാല ഗോവിന്ദ് ഹൃദയത്തിലൂടൊരു സ്വരതീർത്ഥയാത്രയ്ക്കു പോകാം. ഷട്കാല ഗോവിന്ദ് ഹൃദയത്തിലൂടൊരു സ്വരതീർത്ഥയാത്രയ്ക്കു പോകാം. പുരന്ദരദാസന്റെ പാവനഗീതികൾ തൊഴുകൈകളോടിന്നു തേടാം. മായ മാളവഗൗള പാട്. സരിഗമ പാടിയ ശ്രീ ത്യാഗരാജന്റെ സംഗീത സന്നിധി തേടാം. സ്വരസാധകങ്ങളിൽ ശ്രുതി ശുദ്ധമാക്കുവാൻ മനസ്സേ നീ ജപമോടെയുണര്. മായാ മാളവഗൗള പാട്. ഇനി അൽഫിത്ര പ്രീ സ്കൂളിലെ ആലിയ സുഹ അവതരിപ്പിക്കുന്ന ഒരു കൊച്ചു ഭാഷണമാകാം. Good morning everyone. My name is Alia Zuha. 5th September we are celebrating Teachers Day. It is the birthday of Dr. Sarvapalli Radhakrishnan. He was a great scholar and an ideal teacher. We should always respect your teachers. I wish you very very happy Teachers Day. Jai Hind. Thank you. ഇനി നമുക്കൊരു പ്രവാചക വചനം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ദാറുൽ ഖുർആൻ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥി മിസ്ഹബ്. പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. കണ്ണുണ്ടെങ്കിലേ കണ്ണിന്റെ വില അറിയൂ എന്ന് പറയുന്നത് പോലെ ആരോഗ്യത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ രോഗിയാകണമെന്ന് പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ 2 അനുഗ്രഹങ്ങളാണ് ആരോഗ്യവും ഒഴിവു സമയവും. എന്നാൽ മനുഷ്യരിൽ അധിക പേരും ഇതേക്കുറിച്ച് ശ്രദ്ധയില്ലാത്തവരാണ് എന്ന് പഠിപ്പിക്കുന്ന പ്രവാചക വചനവുമായാണ് ഞാൻ വന്നത്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹത്തു വൽ ഫറാഹ്. ഇബ്നു അബ്ബാസ് എന്ന സ്വഹാബി നിന്നും നിവേദനം. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 അനുഗ്രഹങ്ങൾ അതിൽ അധികം ആളുകളും വഞ്ചിതരാണ്. ആരോഗ്യവും ഒഴിവു സമയവുമാണത്. സുഹൃത്തുക്കളെ, ഇവ രണ്ടും നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടുകയില്ല. അതിനാൽ നമ്മുടെ ആരോഗ്യത്തെയും സമയത്തെയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. ഇനി കേൾക്കാം ക്യാമ്പസ് വാർത്തകൾ. നമസ്കാരം, മെക് FM ക്യാമ്പസ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് നൈനിക.
മലബാർ എഡ്യൂസിറ്റിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രഥമ യോഗം സെപ്റ്റംബർ 13 ശനിയാഴ്ച ക്യാമ്പസിൽ ചേർന്നു. യോഗത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അബ്ദുൾ ഗഫൂർ ഫാറൂഖി, അബ്ദുൾ റസാഖ് സാർ, ഷെറീന മാം, ഫമിദ മാം, അബ്ദുൾ ഗഫൂർ സാർ, സിറാജുദ്ദീൻ സാർ, അഷ്ലിൻ സാർ, ജൈന മാം, പുഷ്പ മാം, റീന മാം, മുംതാസ് മാം എന്നിവർ സംസാരിച്ചു. കൂടുതൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് വരും ദിവസങ്ങളിൽ ഓൺലൈൻ മീറ്റിംഗ് ചേരുന്നതിനും തീരുമാനിച്ചു. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ പണ്ഡിത സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മലബാർ എഡ്യൂസിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ മടവൂരിന് ക്യാമ്പസിൽ സ്വീകരണം നൽകി. ട്രസ്റ്റ് സെക്രട്ടറി VP അബ്ദുൽ ഖാദർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറ്റ് പ്രിൻസിപ്പാൾ UK അബ്ദുൽ നാസർ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ ഹുസൈൻ മടവൂർ തന്റെ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. മലബാർ എഡ്യൂസിറ്റിയിലെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ടാലന്റ് എക്സാം ക്രാക്ക് 1 പ്രാഥമിക റൗണ്ട് സെപ്റ്റംബർ 26 നടത്തപ്പെടുന്നു. സയൻസ്, ഗണിതം, പൊതുവിജ്ഞാനം എന്നിവയെ അധികരിച്ചാണ് പരീക്ഷ. 2025 ജൂൺ ജൂലൈ മാസങ്ങളിലായി നടന്ന ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിലും കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷനിലും ക്യാമ്പസിലെ മലബാർ ITI ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികൾ ഉന്നത വിജയം കരസ്ഥമാക്കി. NCVT ഇലക്ട്രീഷ്യൻ, KGCE ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക് എന്നീ ബ്രാഞ്ചുകളിലാണ് വിദ്യാർത്ഥികൾ ഉന്നത വിജയം കരസ്ഥമാക്കിയത്. NEMS ഹിന്ദി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 14 ഹിന്ദി ഡേ ആചരിച്ചു. സെപ്റ്റംബർ 16 വേൾഡ് ഓസോൺ ഡേയുടെ ഭാഗമായി സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 3-4 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരവും 1-2 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി മാഗസിൻ മത്സരവും സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. കൂടുതൽ വ്യത്യസ്തമായ പരിപാടികളുമായി വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ മെക് FM. Now I RJ Shenha, I RJ Harinanda signing out.